തൊഴിലുറപ്പിൽ ആദ്യത്തെ 6 മാസം കൊണ്ട് തന്നെ 100 തൊഴിൽ ദിനങ്ങൾ പിന്നിടുന്ന നിരവധി പേർ കേരളത്തിലുണ്ട്. ആ സമയത്താണ് ഇവിടെ കാര്യമായ തൊഴിൽ നടക്കുന്നതും. കേരളത്തിൽ ഇപ്പോഴത്തെ കുടിശ്ശിക നോക്കുക. പണി കഴിഞ്ഞിട്ട് 15 മുതൽ 30 ദിവസമായിട്ടും കൊടുക്കാനുള്ള കൂലി 7,20,00,000 രൂപയാണ്. പണി കഴിഞ്ഞ് 31 ദിവസം മുതൽ 60 ദിവസം വരെയായിട്ടും കിട്ടാത്തത് 7,22,00,000 രൂപ. 2 മാസം മുതൽ 90 ദിവസം വരെയുള്ള കുടിശ്ശിക 6,11,00,000 രൂപ. 90 ദിവസത്തിൽ കൂടുതലുള്ള കുടിശ്ശിക 4,14,00,000 രൂപ. 24,69,00,000 രൂപയാണ് ഇങ്ങനെ തൊഴിലുറപ്പുകാർക്ക് കേരളത്തിൽ കുടിശ്ശികയുള്ളത്. കേന്ദ്രം അനുവദിക്കേണ്ട പണം വൈകിപ്പിക്കുന്നതാണ് ഈ സ്ഥിതി ഉണ്ടാകാൻ കാരണമെന്ന് സംസ്ഥാനം പറയുന്നു. കുടിശ്ശിക ഏറ്റവും കൂടുതൽ വയനാട്ടിലാണ്. 7,48,00,000 രൂപയാണ് വയനാട്ടിൽ വിതരണം ചെയ്യാനുള്ളത്. ഇടുക്കിയിൽ 3,05,00,000 രൂപയും കാസർഗോഡ് 2,29,00,000 രൂപയും നൽകാനുണ്ട്. ഈ പറയുന്ന കുടിശ്ശികയെല്ലാം തൊഴിലുറപ്പിലെ നിബന്ധന കഴിഞ്ഞിട്ടും നൽകാത്ത തുകയാണ്. തൊഴിൽ കഴിഞ്ഞാൽ 15-ാം ദിവസം അക്കൗണ്ടിൽ പണം എത്തണം എന്ന ആ നിബന്ധനയാണ് ഒരു ഉത്തരവുമില്ലാതെ ഇങ്ങനെ അട്ടിമറിക്കുന്നത്.